മഴയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. കനത്ത മഴയിലും കാറ്റിലും മരങ്ങൾ കടപുഴകി വീണ് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് പൂന്തുറ ഭാഗങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ്. വർക്കല ഇടവയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം താത്കാലികമായി തടസ്സപ്പെട്ടു. തെക്കൻ ജില്ലകളിൽ പുലർച്ചെ തുടങ്ങിയ മഴ പല സ്ഥലങ്ങളിലും തുടരുകയാണ്. ശക്തമായ കാറ്റിലും മഴയത്തും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. തിരുവനന്തപുരം നളന്ദ NGO ക്വാർട്ടേഴ്സിൽ വൻമരം കടപുഴകി വീണു. കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി. കണ്ടലയിൽ വൻമരം കടപുഴകി. ഇവിടെ നിൽക്കുന്ന വലിയൊരു പുളിമരം പൊട്ടി വീണ് കടപുഴങ്ങി വീണതാണ്. മാവിൻ്റെ മേലേക്കും ഈ ഡ്രസ് വർക്ക് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ മേലേക്ക് വീണു. ഒരു കാറും 5 ബൈക്കും അതിനടിപ്പെട്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഈ മരങ്ങൾ ഭാവിയിൽ മുറിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാവും. അതിന് കോർപ്പറേഷനും പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ്സ് വിഭാഗവും ചേർന്ന് നല്ല തീരുമാനം എടുക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈഞ്ചക്കൽ കിഴക്കേക്കോട്ട റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരം വെള്ളായണി, ബാലരാമപുരം, ആറാലമ്മൂട്, കോവളം എന്നിവിടങ്ങളിൽ വീടിന് മുകളിലേക്ക് മരം വീണ് വീട് ഭാഗികമായി തകർന്നു. ആളപായമില്ല. കാക്കാമൂല പെരിങ്ങമല റോഡിൽ മരമൊടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. രാത്രി പെയ്ത മഴയിൽ പത്തനംതിട്ട ജില്ലയിലെ അട്ടത്തോട് വ്യാപക നാശനഷ്ടമുണ്ടായി. മരങ്ങൾ വീണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. ആലപ്പുഴ പൂച്ചാക്കൽ അരൂക്കുറ്റി റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. എഴുപുന്ന കുമ്പളങ്ങി റോഡിലും മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. വർക്കല ഇടവയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിലേക്ക് തെങ്ങ് ചെരിഞ്ഞ് ട്രെയിൻ ഗതാഗതം താത്കാലികമായി തടസ്സപ്പെട്ടു. തീരപ്രദേശങ്ങളിൽ ശക്തമായ കടൽക്ഷോഭം തുടരുകയാണ്. 24 തിരുവനന്തപുരം.